അസ്സലാമലൈക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് എനിക്ക് സ്പെഷ്യലായിട്ടുണ്ടാക്കിയ ഒരു റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ അവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതേപോലെ തന്നെ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യാൻ ഒട്ടും മറക്കരുത് കേട്ടോ. അതേപോലെ ഒരു ബെൽ ബട്ടൺ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതിൻ്റെ താഴെ ഒരു ബെൽ ബട്ടൺ കാണാം, അതൊന്ന് ഞെക്കിയേക്ക് കേട്ടോ. അപ്പം ഞാനിടുന്ന വീഡിയോസ് അപ്പം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ സെർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒത്തിരി പേര് എന്നോട് പറഞ്ഞു നിങ്ങളുടെ ലിങ്കൊക്കെ എനിക്ക് വേണം, മറ്റേത് വേണം, മറിച്ച് വേണം എന്നൊക്കെ. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ബെൽ ബട്ടൺ ഒന്ന് ഞെക്കിയാൽ മതി. അപ്പം നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഞാൻ ഈ കുക്കിംഗ് വീഡിയോസ് ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിന്ന് ഒരു യാത്ര പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഫുഡ് തയ്യാറാക്കിട്ടോ. അപ്പോൾ ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത്. കാറിലാണ് യാത്ര ചെയ്യണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ വഴിയിൽ എവിടെയെങ്കിലുമൊക്കെ നിർത്തിയൊക്കെ റൂട്ടുകളിൽ കാണുന്ന ഹോട്ടലിൽ നല്ലതാണോ മലയാളീസാണോ എന്നൊക്കെ നോക്കിയൊക്കെ കഴിക്കാൻ പറ്റും. പക്ഷേ ഇത് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അതിന് സൗകര്യമില്ലല്ലോ. നമുക്ക് ട്രെയിനിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ കിട്ടുന്ന ഫുഡൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ കഴിച്ച് നമ്മുടെ വയറിന് ബുദ്ധിമുട്ടുണ്ടാക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ 1-2 നേരമൊക്കെ കഴിക്കാം കേട്ടോ. ഇപ്പോൾ ഇത് ഉണ്ടാക്കണം, പക്ഷേ ഒരു നേരം കഴിക്കുമ്പോൾ നമുക്കത് മടുത്തു പോകും. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, പക്ഷേ വിശപ്പ് മാറാൻ നല്ലതാണ് കേട്ടോ. അത് മാത്രമല്ല, വിശപ്പ് മാറൽ മാത്രമല്ല കേട്ടോ, നല്ല ഹെൽത്തിയാണ്, നല്ല അടിപൊളി ടേസ്റ്റുമാണ്. നാരങ്ങയുടെ നീരൊക്കെ ചേർത്തുണ്ടാക്കുന്നതാണ്. ടേസ്റ്റ് അതും ചീത്താകത്തില്ല. പിള്ളേർക്ക് നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റും. പെട്ടെന്ന് പിള്ളേർക്ക് ഒരു ഫുഡ് ഉണ്ടാക്കി രാവിലെയൊക്കെ എണീക്കാനൊക്കെ താമസിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുക ഏറ്റവും നല്ലൊരു ഭക്ഷണമാണ് കേട്ടത്. പിള്ളേർക്ക് ഇഷ്ടപ്പെടും. ഏത് പിള്ളേർക്കും ഇത് തിന്നാൻ നല്ല ഇഷ്ടമായിരിക്കും. ഫ്രൈഡ് റൈസ് എന്നൊക്കെ തിന്നണ പിള്ളേരാണല്ലോ ഇപ്പോൾ, അവർക്ക് ഇതൊക്കെ ആയിരിക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇതിനകത്ത് കുറച്ച് നട്ട്സൊക്കെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിള്ളേർ കറുമുറുമൊക്കെ കടിച്ച് തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് സാധാരണ ഇച്ചിരി ഒന്ന് കടിക്കാനായിട്ട് ഞാൻ ഉഴുന്ന് പരിപ്പും പരിപ്പും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്ന 1 ഗ്ലാസ് കൈമേരിയാണ്. ഈ 1 ഗ്ലാസ് കൈമേരി കൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്ക് സുഖമായിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാം. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാനൊരു ചമ്മന്തി കൂടി തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് നേരമില്ലാത്തതുകൊണ്ട് ആ ചമ്മന്തിയുടെ റെസിപ്പി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ തിരക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എല്ലാം കൂടി ചെയ്യാൻ നടക്കില്ല. അപ്പം ഞാനത് ഉണ്ടാക്കിയ വിധം ഞാനൊന്ന് പറഞ്ഞേക്കാം നിങ്ങളോട്. 1/4 മുറി തേങ്ങ, അതിൻ്റെ കൂടെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ 1 തണ്ട് പുതിന ഇട്ടു, പിന്നെ 2-3 പിടി എന്ന് പറഞ്ഞാൽ ഒരു അരപ്പിടിയോളം മല്ലിയില ചേർത്തു കേട്ടോ. മല്ലിയില ചേർത്ത് പിന്നെ ഒരു ചെറിയൊരു നാരങ്ങയുടെ ഇല, ഒരു ഫ്ലേവറിന് കേട്ടോ. ആ നാരങ്ങയുടെ ഇലയും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും. അപ്പം ഫ്ലേവർ മാത്രമല്ല നല്ല ടേസ്റ്റും വരും. അപ്പോൾ അതും കൂടി ചേർത്ത് പിന്നെ പുളിക്ക് ആവശ്യമായിട്ട് ഞാൻ ചെറുനാരങ്ങയുടെ നീര് കുരുവൊന്നുമില്ലാതെ നല്ലോണം പിഴിഞ്ഞ നീര് മാത്രം അതിലിട്ട് ഇളക്കി ചീത്തയാകത്തില്ല കേട്ടോ. ഇതിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ചമ്മന്തി ആയിരിക്കാണ്ട് അടിപൊളിയായി. ഇതിനൊക്കെ കഴിക്കാൻ പറ്റും നല്ല ചമ്മന്തി. ഇപ്പം നമുക്ക് ട്രെയിനിലൊക്കെ ഇരുന്ന് സ്പൂൺ ഉണ്ടെങ്കിൽ നമുക്ക് സ്പൂൺ കൊണ്ട് കോരി കഴിക്കാം. കൈയൊന്നും കഴുകുകയും വേണ്ട, കയ്യിലൊന്നും ആകത്തുമില്ല. മറ്റേ കറിയും ചോറും ഒക്കെ കൂടി പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടുപോകാൻ നല്ലൊരു പാടാണ്. അപ്പം നമുക്ക് ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. ഈ കുക്കറിനകത്തിട്ട് ഈ ഭക്ഷണം തയ്യാറാക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ തയ്യാറാക്കിയത്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിക്കോട്ടോ. അടിപൊളി ടേസ്റ്റ്. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാനും വിശപ്പ് മാറാനൊക്കെ നല്ല അടിപൊളി സാധനം, ഹെൽത്തി ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 1 ഗ്ലാസ് അരി, ഉപ്പും 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ നെയ്യ് ചേർത്തിട്ടാട്ടോ വേവിച്ചെടുത്ത. നെയ്യിലാണ് ഈ അരി വേവിച്ചെടുത്തത്. പക്ഷെ നെയ്യിട്ട് ഇളക്കരുത് കേട്ടോ. നെയ്യിട്ട് ഇളക്കി കഴിഞ്ഞാൽ ഹാർഡാവും ചോറ്. നമ്മൾ അപ്പം തന്നെ കഴിക്കാനാണെങ്കിൽ നെയ്യ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചൂടോടെ കഴിക്കുകയാണെങ്കിൽ നെയ്യാണ് നല്ലത്. അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ വേണം കേട്ടോ ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ അത് വേവിച്ച് വെച്ചു കേട്ടോ. കൈമ റൈസ് വേവിച്ച് വെച്ചിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിച്ചു. അതിനുശേഷം ഈ 2 പരിപ്പുകളും ഓരോ ടീസ്പൂൺ വീതം ആഡ് ചെയ്തു. പരിപ്പ്, ഉഴുന്ന് പരിപ്പ്, ഇത് രണ്ടും കൂടി ഇട്ട് നല്ലോണം മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് 3 പച്ചമുളക് കീറിയതിട്ടു. അതും കൂടി ഇട്ട് വേപ്പില ഇട്ടു. വേപ്പില വേണമെങ്കിൽ ചേർക്കാം. നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ വേപ്പില ഇടാതിരിക്കുക നല്ലത്. വേപ്പിലയൊക്കെ ഇട്ട് കഴിയുമ്പോൾ പെറുക്കി കളയാനും അവിടെ ഇവിടെയൊക്കെ വീഴുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. വേണമെങ്കിൽ ഇടാം, ഫ്ലേവറിനായിട്ട് വേപ്പില ഇടണമെങ്കിൽ ഇടാം. പിന്നെ ഇതേപോലെ തന്നെ മല്ലിയില ഇതിനകത്ത് ചേർക്കണവർക്ക് ചേർക്കാം കേട്ടോ. പക്ഷേ മല്ലിയില നമ്മളിങ്ങനെയൊക്കെ കൊണ്ടുപോകുമ്പോഴൊക്കെ ചൂടോടെ കഴിക്കുകയാണെങ്കിൽ മല്ലിയിലയൊക്കെ ഇട്ടാൽ നല്ലതാണ്. കൊണ്ടുപോകുമ്പോഴൊക്കെ മല്ലിയില ഇടാതിരിക്കുക നല്ലത്. അപ്പോൾ ഇങ്ങനെ
ഇഷ്ടപ്പെടുന്നവർക്ക് മല്ലിയിലയൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചേർത്ത് നല്ലോണം മൊരിഞ്ഞ് വരുമ്പോഴത്തേനും ഒരു മീഡിയം സൈസ് സവാളയും ഒരു മീഡിയം സൈസ് ക്യാരറ്റും കൂടി നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്ത് അതും കൂടി ഇട്ട് ഇളക്കി നമ്മുടെ ഫുഡ് റെഡിയായി. ഞാൻ സെർവിങ് ബൗളിലേക്ക് മാറ്റണം, കൊണ്ടുപോകാനുള്ള ടിഫിനിലേക്ക് മാറ്റുകയാണ്. നല്ല അടിപൊളിയാട്ടോ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അതെ, ഇത്രയും സാധനങ്ങൾ മതി. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബഹുകേമമായ ഫുഡ് റെഡിയായി. ലെമൺ റൈസ് ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യണേ. അതേപോലെ തന്നെ ഇതൊന്നും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്രദമായാൽ നല്ലതല്ലേ. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ സാധനം കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നല്ല അടിപൊളി സാധനമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ഈ ബെൽ ബട്ടൺ ഞെക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഉള്ള ദുആ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ ഫുഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.